ശബരിമലയിലെ സ്വർണ്ണപ്പാളി വിഷയത്തിൽ പ്രതിഷേധിച്ച് കാലടിയിൽ കോൺഗ്രസ് പ്രവർത്തകർ പ്രതിഷേധ ജ്വാലാ സമരം സംഘടിപ്പിച്ചു. കാലടി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തീജ്വാല തെളിയിച്ച് സംഘടിപ്പിച്ച പ്രതിഷേധ സമരത്തിന് പ്രസിഡന്റ് റെന്നി പാപ്പച്ചൻ നേതൃത്വം നൽകി. മുഖ്യമന്ത്രിയെ പരിഹസിക്കുന്ന പ്രച്ഛന്ന വേഷവും നിയമസഭയിൽ ഉയരം കുറഞ്ഞവരെ മുഖ്യമന്ത്രി പരിഹസിച്ചതായി ആരോപിച്ച് ഉയരം കുറവുള്ള കോൺഗ്രസ് പ്രവർത്തകരും പ്രകടനത്തിന്റെ മുൻനിരയിൽ അണിനിരന്നു. ശബരിമലയിലെ സ്വർണ്ണമോഷണ സംഭവത്തെ തുടർന്ന് കേരള സർക്കാരിനെതിരെ കാലടി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കാലടിയിൽ പ്രതിഷേധ ജ്വാല സംഗമം സംഘടിപ്പിച്ചു. CPIMന്റെ നേതൃത്വത്തിലുള്ള ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൽ ഇഷ്ടാനുസൃത നിയമനങ്ങൾ നടത്തി ശബരിമല ക്ഷേത്രത്തിൽ സ്വർണ്ണപ്പാളി മോഷണം നടത്തിയതായും അതിന്റെ മറവിൽ അഴിമതികൾ നടത്തിയതായും പ്രതിഷേധക്കാർ ആരോപിച്ചു. കമ്മ്യൂണിസ്റ്റുകാരെ വിശ്വാസത്തിന്റെ തലത്തിൽ നിന്നും ആട്ടിപ്പായിക്കാനുള്ള ധാർമ്മികമായ ഉത്തരവാദിത്തമാണ് വിശ്വാസ സമൂഹത്തെ പ്രതിനിധാനം ചെയ്യുന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനും ഐക്യ ജനാധിപത്യ മുന്നണിക്കുമുള്ളത് എന്നുള്ള തിരിച്ചറിവിൽ നിന്നുകൊണ്ടാണ് കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി ഇത്തരത്തിലുള്ള പ്രതിഷേധ ജ്വാലകൾ തീർത്ത് സംസ്ഥാന സർക്കാരിനും പിണറായി വിജയനും അദ്ദേഹം അടിച്ചുമാറ്റുന്ന സ്വർണം മുഴുവനും അദ്ദേഹത്തിന്റെ കുടുംബത്തിലേക്ക് തന്നെയാണ് ചെന്നെത്തുന്നത് എന്നുള്ളത് ഇനിയും വരാൻ പോകുന്ന ദിവസങ്ങളിൽ നമ്മൾ വെളിപ്പെടുത്താൻ പോവുകയാണ്. മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് റെന്നി പാപ്പച്ചൻ തീജ്വാല തെളിയിച്ച് നടന്ന പ്രതിഷേധ ജ്വാലയ്ക്ക് നേതൃത്വം നൽകി. മുഖ്യമന്ത്രി പിണറായി വിജയനെ പരിഹസിക്കുന്ന പ്രച്ഛന്ന വേഷം പ്രതിഷേധ പ്രകടനത്തിന്റെ മുൻനിരയിൽ അണിനിരന്നു. നിയമസഭയിൽ ഉയരം കുറഞ്ഞവരെ അപമാനിച്ച മുഖ്യമന്ത്രിയുടെ പരാമർശത്തിനെതിരെ ഉയരക്കുറവുള്ള കോൺഗ്രസ് പ്രവർത്തകർ പ്രതിഷേധത്തിന്റെ മുൻനിരയിൽ അണിനിരന്ന് സർക്കാരിനെതിരെ രൂക്ഷമായ പ്രതിഷേധം രേഖപ്പെടുത്തി. അഡ്വക്കേറ്റ് KB സാബു, സാംസൺ ചാക്കോ, ജോയ് പോൾ, KC ബേബി, തച്ചിൽ ജോർജ്, ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി ജനറൽ സെക്രട്ടറിമാരായ ഷൈജൻ തോട്ടപ്പള്ളി, സ്റ്റീഫൻ പട്ടത്തി, ബിജോയ് കുടിയിരിപ്പിൽ, പൗലോസ് കോനൂരാൻ, വാവച്ചൻ താടിക്കാരൻ, ബിനോയ് കൂരൻ, AA യാക്കോബ്, ഷാജി പുതുശ്ശേരി, എൽദോസി എബ്രഹാം, മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി നേതാക്കളായ ജിനേഷ് വർഗീസ്, ലേഖ വത്സൻ, PO പൗലോസ്, PK വേലായുധൻ, എൽദോ യോഹന്നാൻ, ജെറിൻ ജോയ്, KSSPA ജില്ലാ സെക്രട്ടറി VA അഫ്സലൻ, ഭാരതീയ ദളിത് കോൺഗ്രസ് കാലടി ബ്ലോക്ക് കമ്മിറ്റി പ്രസിഡന്റ് പുഷ്കല തങ്കപ്പൻ, ഇന്ത്യൻ യൂത്ത് കോൺഗ്രസ് കാലടി മണ്ഡലം കമ്മിറ്റി പ്രസിഡന്റ് ജോജോ ജോൺ, KKNTC ജില്ലാ സെക്രട്ടറി TK വേലായുധൻ, ഹർഷ മനോജ്, INTUC തൊഴിലാളികൾ എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു. LDF വരും, സ്വർണമെല്ലാം ചെമ്പാകും എന്ന ഒരു പുതിയ മുദ്രാവാക്യമാണ് LDF ഉയർത്തിപ്പിടിച്ചിരിക്കുന്നത്. LDF വരും, എല്ലാ സ്വർണവും ചെമ്പാകും. ആ അവസ്ഥയിലേക്ക് കേരളം മാറിയിരിക്കുന്നു. ഈ കുർവാ സംഘത്തിനെതിരെ ശക്തമായി പ്രതികരിച്ചുകൊണ്ട് ഈ പിണറായിയുടെ നേതൃത്വത്തിലുള്ള ഈ കുർവാ സംഘത്തിനെതിരെയുള്ള ശക്തമായ പ്രതിഷേധം ഈ സംസ്ഥാനത്ത് ഉയരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. ന്യൂസ് ബ്യൂറോ, കാലടി. പെരുമ്പാവൂർ രായമംഗലം കൂട്ടുമഠം ശ്രീ ബാലസുബ്രഹ്മണ്യ സ്വാമിയുടെ സ്കന്ദഷഷ്ഠി വ്രതം ഒക്ടോബർ 27 തിങ്കളാഴ്ച ആചരിക്കുന്നു. ഷഷ്ഠി പൂജയും അഭീഷ്ടസിദ്ധിക്കായി പഞ്ചാമൃത അഭിഷേകവും മുൻകൂട്ടി ബുക്ക് ചെയ്യാവുന്നതാണ്.